അങ്ങനെ ഇന്ന് രാത്രി കുറെ സീരീസ് റിലീസ് ആവുന്നുണ്ട്. സോ OTT റിലീസ് കുറെ ഉള്ള ഒരു ദിവസമാണ് ഇന്ന് രാത്രി, അഥവാ ഫെബ്രുവരി 28. സോ മലയാളം, തമിഴ്, അതേപോലെ തന്നെ ബോളിവുഡ് എന്നൊക്കെ സീരീസ് റിലീസ് ആവുന്നുണ്ട്. മലയാളത്തിൽ നോക്കുകയാണെന്ന് വെച്ചാൽ നമ്മുടെ നീരജ് മാധവൻ സ്റ്റാർ ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ ജിയോ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീം ചെയ്യുന്നുണ്ട്. തമിഴ് നോക്കുകയാണെന്ന് വെച്ചാൽ 2022 ഇറങ്ങിയ കിഡിലൻ സീരീസ് ആയിരുന്നു സുഴൽ ദ വോർട്ടെക്സ്. സോ അതിന്റെ സെക്കൻഡ് സീസൺ ഇപ്പൊ ആമസോൺ പ്രൈമിൽ ഇന്ന് രാത്രി റിലീസ് ആവും. നമ്മുടെ കതിർ, അതേപോലെ തന്നെ ഐശ്വര്യ രാജേഷ് ഒക്കെ അഭിനയിച്ച അടിപൊളി സീരീസ് ആയിരുന്നു ഫസ്റ്റ് പാർട്ട്. അപ്പൊ സെക്കൻഡ് പാർട്ട് ഇന്ന് ആമസോൺ പ്രൈമിൽ റിലീസ് ആവുന്നുണ്ട്. പിന്നെ നമ്മൾ ബോളിവുഡ് നോക്കുകയാണെന്ന് വെച്ചാൽ ജ്യോതിക, ശാലിനി പാണ്ഡെ, അതേപോലെ തന്നെ നമ്മുടെ നിമിഷ സജയനൊക്കെ അഭിനയിച്ച ദാബ കാട്ടൽ നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീം ചെയ്യും. ഇന്ന് അറിയില്ല, 28 എന്നാ പറഞ്ഞിരിക്കുന്നത്. സോ നെറ്റ്ഫ്ലിക്സ് ആയതുകൊണ്ട് ചിലപ്പോൾ നാളെ ഉച്ചയ്ക്കൊക്കെ ആയിരിക്കും. അതേപോലത്തെ അമിത് ചക്കാലക്കലിന്റെ പ്രാവ് പറഞ്ഞിട്ടൊരു സിനിമ മനോരമ മാക്സിൽ OTT റിലീസ് ചെയ്യുന്നുണ്ട്. എനിക്ക് മനസ്സിലാവാത്ത എന്തോന്ന് 28 ഇത്രയും ദിവസം, ഒരു 4-5 ദിവസമായിട്ട് ഒരു പടം OTT റിലീസ് ചെയ്യുന്നില്ല. ഇറങ്ങുമ്പോ എല്ലാം കൂടി 28. സോ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു പടം കണ്ടത്. നമ്മുടെ ഏജന്റ് സായി ശ്രീനിവാസ് ആത്രേയ, അതേപോലെ തന്നെ ഒരു ഡിറ്റക്റ്റീവ് സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. ശ്രീകാകുലം ഷെർലക് ഹോംസ് എന്നാണ് സിനിമയുടെ പേര്. ഇത് രണ്ടും ഒരു കോമഡി ക്രൈം ത്രില്ലർ ആ ഒരു ജോണറിൽ വരുന്ന പടമാണ്. അപ്പൊ ഈ ഷെർലക് ഹോംസ് എന്നുള്ള ഒരു പേര് കണ്ടുകൊണ്ടാണ് ഈ സംഭവം കണ്ടത്. സിനിമ തുടങ്ങുന്ന സമയത്ത് ഈ രാജീവ് ഗാന്ധി അസാസിനേഷന്റെ കാര്യമൊക്കെയാണ് കാണിക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതൊക്കെ തെളിയിക്കാൻ പോകുന്ന ഒരു ഡിറ്റക്റ്റീവ് ആയിരിക്കുന്നത്. അങ്ങനെയല്ല, അന്ന് രാത്രി ഇതിന്റെ അന്വേഷണം കാര്യങ്ങളൊക്കെ നടക്കും. പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോ ഒരു കൊച്ച് ഈ കടപ്പുറത്ത് മരിച്ചു കിടക്കുന്നുണ്ടാവും. അപ്പൊ അവിടുത്തെ പോലീസുകാരൻ വലിയ ഇങ്ങനെ ഗൗരവത്തിൽ പറയുന്നുണ്ട്, 7 ദിവസം കൊണ്ട് ഞാൻ ഈ കേസ് തെളിയിച്ചില്ലെങ്കിൽ ഞാൻ ഈ പണി നിർത്തിയിട്ട് അങ്ങോട്ട് പോകുന്നു. അപ്പൊ തന്നെ അങ്ങേർക്ക് വേറൊരു പണി കിട്ടുകയാണ്. ഈ രാജീവ് ഗാന്ധി അസാസിനേഷന്റെ കേസ് അന്വേഷിക്കുന്ന ഒരു ടീം വരുന്നുണ്ട്, അവരെ സഹായിക്കണം പറഞ്ഞിട്ട്. ഇപ്പൊ 7 ദിവസം കൊണ്ട് ഈ കേസ് അന്വേഷിച്ച് തീർത്ത് വെച്ച് ഇങ്ങനെ പണി പോകും പറഞ്ഞിട്ട് ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ ഏൽപ്പിക്കുകയാണ്. അതാണ് നമ്മുടെ വെണ്ണല കിഷോർ. സോ അങ്ങേര് കേസ് തെളിയിക്കോ ഇല്ലെന്നൊക്കെയാണ് പറയുന്നത്. സോ യൂഷ്വലി ഒരു കോമഡി ക്രൈം ത്രില്ലറൊക്കെ വന്നു വെച്ചാൽ ഏറ്റവും വലിയ അതിന്റെ ഒരു ബാക്ക് ബോൺ ആ കോമഡി തന്നെയാണ്. സോ ഇതില് ഏറ്റവും വലിയൊരു നെഗറ്റീവ് അത് തന്നെയാണ്, ഫുൾ ചളിയാണ്. സോ ഇതിൽ നമ്മുടെ ഹീറോന്റെ അച്ഛനും അമ്മയുണ്ട്, എന്റെ മോനെ വെറുപ്പിച്ച് ഉയരെടുക്കുന്ന വേണമെങ്കിൽ പറയാം. 10 പൈസക്ക് കൊള്ളാത്ത കോമഡിയാണ് ഇതിലുള്ളത്. ഏകദേശം 1 മണിക്കൂർ 50 മിനിറ്റ് ഒക്കെ സിനിമയുള്ളൂ. പക്ഷെ അത് കണ്ടു തീർക്കാനുള്ള ബുദ്ധിമുട്ട് നല്ലോണം ക്ഷമമാണെന്ന് പറയാം. പിന്നീട് ഒരു സെക്കൻഡ് ഹാഫിലാകുമ്പോഴേക്കും അത്യാവശ്യം ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ ഉണ്ട്. നല്ലൊരു കഥയാണ്, അത്യാവശ്യം ട്വിസ്റ്റും ടേൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എടുത്തു വെച്ചിരിക്കുന്നത് പക്കാ സീരിയൽ പോലെയാണ്. ഒരെണ്ണം മര്യാദയ്ക്ക് അഭിനയിച്ചിട്ടില്ല, വെറുക്ക് നമുക്ക് കണ്ടിട്ട്. സോ അത്യാവശ്യം നല്ലൊരു കാസ്റ്റില് കുറച്ച് ഹൈ ബഡ്ജറ്റിലൊക്കെ എടുത്തു വെച്ച കിട്ടിലും പടമാവേണ്ട സാധനമാണ്. പക്ഷെ കോമാളി പടമായിട്ടാണ് അത്യാവശ്യമായിട്ട് പോയത്. സോ നല്ല ഞാൻ പറയാം, ട്വിസ്റ്റ് ആൻഡ് ടേൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പ്രതീക്ഷിക്കില്ല എങ്ങനെ ആയിരിക്കുന്നത്. പിന്നെ ആദ്യം കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്, അത് ഈ സിനിമയിൽ എങ്ങനെ കണക്ട് ചെയ്യുന്നു അതൊക്കെ അടിപൊളിയായിട്ട് അവർ കണക്ട് ചെയ്യുന്നുണ്ട്. ഒരു കേക്കിന്റെ കവർ അത് ഇതെങ്ങനെയായിട്ട് റിലേറ്റ് ചെയ്യും, ഒരു മാരുതി 800 എന്തിന് ഇങ്ങോട്ട് പോകണു, കുറച്ച് ആൾക്കാർ എന്തിനാ ആ സമയത്ത് നടന്നു പോകണു, ഇതൊക്കെ നല്ല കറക്റ്റ് ആയിട്ട് അത് റിലേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ സീരിയൽ പോലെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. കണ്ടു തീർക്കാൻ ഭയങ്കര കഷ്ടമാണ്. ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. ചിലവർക്ക് ഈ സിനിമ ചിലപ്പോൾ ഇഷ്ടമാവും. സോ ട്രൈ ഇറ്റ് ഔട്ട് ഇഫ് യു ഹാവ് ടൈം.